ഞാൻ സംസാരിക്കുന്നത് എല്ലാ ആളുകൾക്കും അത് താല്പര്യപ്പെടണം, സന്തോഷകരമായിരിക്കണം, താല്പര്യപ്പെടണം. പിന്നെ അങ്ങനെ ഒരു ഉദ്ദേശമാണ്. എന്തോന്ന് താല്പര്യപ്പെടണം. അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ ഹലോ, ഞാൻ തോന്നായി വിളിക്കുന്നു. പിന്നെ കിട്ടലില്ലല്ലോ. ഇപ്പൊ കിട്ടിയല്ലോ, പറയൂ. ഇപ്പൊ കിട്ടി. ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. എന്തായിരുന്നു വിളിച്ച? അവൻ നമ്മൾ തോന്നായി വിളിക്കണേ, ഇപ്പൊ കിട്ടി. അപ്പൊ എനിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു താങ്കളോട്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുക? വിശ്വാസിയാണോ? അവിശ്വാസിയാണ്. പറയൂ. എന്താ വിളിച്ചെന്താന്ന് പറയൂ. വിളിച്ചത് എനിക്ക് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് 750 കോടി ജനതക്കും സന്തോഷകരപരമായുള്ള വർത്തമാനം പറയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് എന്റെ. 750 കോടി ജനതക്കും സന്തോഷകരപരമായുള്ള വർത്തമാനം പറയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് എന്റെ. എനിക്ക് അങ്ങ് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വം പറയുന്നതാണോ? സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതിനേക്കാൾ നല്ല ഇനി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വിഷയമാണ് പറയണത്. ഇല്ല, വിഷയമായിട്ടില്ലല്ലോ. നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞതാണ്. ശരി, നിങ്ങൾ പറയാനുള്ള കാര്യം പറയൂ. പറയാനുള്ള കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞത് സൂര്യന്റെ യഥാർത്ഥമായുള്ള ചിത്രം എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത് എന്ന്, എന്തുകൊണ്ടാണ് മേലോട്ട് കയറി പോവാത്തതും താഴോട്ട് ഇറങ്ങി വരാത്തതും, അതിന്റെ കളറ്, അതിന്റെ പരിസര ഭാഗത്ത് കാണപ്പെടുന്ന അതിലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇങ്ങനെ 5ഓളം വിഷയത്തെ സംബന്ധമായിട്ടാണ് എനിക്ക് 750 കോടി ജനങ്ങളുടെ മുന്നിലാണ് അത് എത്തിക്കപ്പെടേണ്ടത്. ഒന്ന് വിളിച്ചോണ്ട് പോടോ. ഇയാളെ അകത്തോട്ട് കൊണ്ടുപോയി എന്നെ എന്തിനകത്തെ കൊണ്ടുപോണത്? സൂര്യൻ വരും നമ്മുടെ ആളാ. സൂര്യൻ എന്ന് പറയുന്ന ഒരു വസ്തു കിഴക്ക് നിന്ന് ഉദയം ചെയ്യുന്നുണ്ടോ? കിഴക്ക് നിന്ന് ഉദയം ചെയ്യുന്നില്ല. ഇല്ല. പിന്നെ എവിടുന്നാണ് ഉദയം ചെയ്യുന്നത്? പടിഞ്ഞാറുന്നാണോ? അത് നിങ്ങളുടെ പെർസെപ്ഷനാണ്. ഉദയം ചെയ്യുന്നതും പിന്നെ പടിഞ്ഞാറ് നിന്നാണോ? സൂര്യൻ എവിടുന്ന് ഉദിക്കുന്നില്ല, സൂര്യൻ എവിടുന്ന് അസ്തമിക്കുന്നില്ല. ഭൂമി അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി ചോദിക്കട്ടെ? ഈ അറിവ് എവിടുന്നാണോ താങ്കൾക്ക് കിട്ടിയത്? സുഹൃത്തെ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഹിസ്റ്ററി ആയിരുന്നു. 84 ആ ഹിസ്റ്ററി പഠിക്കുമ്പോ ഇന്ന് അതല്ല, ഇന്ന് ആ ഹിസ്റ്ററി ഇല്ല. ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. സംശയമുണ്ട്, അതിനൊന്ന് ഉത്തരം പറഞ്ഞുതരൂ. എന്താണ്? അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നാണ് നിങ്ങൾ പറയണത്. അസ്തമിക്കുന്നു എന്ന് പറയുന്നു. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണം. അതായത് സൂര്യൻ എവിടുന്നോ ഇങ്ങനെ തുടങ്ങുന്നു എന്നിട്ട് എവിടെയോ അസ്തമിക്കുന്നു, ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ. ഓക്കെ. അപ്പൊ അത് ഭൂമിയിലെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഭൂമിയിലെ കാര്യം. ഇപ്പൊ നമ്മളിപ്പോ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോവാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ അവിടെ ഒരു ദിവസം ഭൂമിയിലെ ഒരു ദിവസം കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഇടയിൽ 14 തവണയോളം അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എങ്ങനെ ഈ സൂര്യൻ അവിടെ വേറെ സൂര്യനാണോ അവിടെ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണൽ. അതോ ഈ ഭൂമിയിലെ സൂര്യൻ തന്നെയാണ് അവിടെ? ചളവാക്കും. പറഞ്ഞുതരാം. അതെങ്ങനെയാണ്? 14 സമയം, 17 സമയം, 15 സമയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഭൂമിയിൽ നിന്നിട്ട് 3 അസ്തമയ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് അവിടെ നിൽക്കട്ടെ, ആദ്യം ഇതിന് ഉത്തരം പറയും. ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 3 സ്ഥാനം, 3 അസ്തമയം 3 ഉദയവും പറഞ്ഞുതരാം. ഭൂമിയിൽ നിന്നുകൊണ്ട് ചോദിച്ചതിന് ഉത്തരമാണ് ഈ പറയണത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ 3 സ്ഥലത്ത് പറഞ്ഞു തരാം. ഒരു മാറ്റവും. ഭൂമിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 3 പ്രാവശ്യം അസ്തമയത്തെ പറഞ്ഞു തന്നു. കാരണം ഒന്ന് ഇന്ത്യയിൽ 6:38 ഉദയം ചെയ്യപ്പെടുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ദുബൈയിൽ ഉദയം ചെയ്യുന്നത്. എന്തിനാണ് പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? മദ്രസയിൽ ചെലവാക്കിയാൽ മതി. അതൊക്കെ വേറെ വല്ല പണി നോക്കേ. ഇനി ആകെപ്പോട്ടെ. ഒരു മിനിറ്റ്. ഹലോ, ഇതിന് ഉത്തരം പറഞ്ഞില്ലേ? കാരണം മറിയുന്നൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം നമ്മൾ എന്നോട് സ്വീകരിക്കരുത്. കാരണം എന്താ സംഭവിച്ചാല് ഞാൻ 48 വർഷം ഈ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്.
ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി കൊടുക്കരുത്. എങ്ങനെയാണ് ഒരു സ്ഥലത്ത് 2 തവണ മറ്റേ സ്ഥലത്ത് 14 തവണയാകുന്നത്? നിങ്ങൾ പറയൂ. ഹാരിസിന്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട് എങ്കിൽ മറ്റേ വ്യക്തിയുടെ കയ്യിൽ ഒരു മറ്റേ ടോർച്ചുണ്ട്. എങ്ങനെയാണ് ഭൂമിയിൽ 2 തവണ പ്രത്യക്ഷപ്പെടുന്നു, അവിടെ 14 തവണ പ്രത്യക്ഷപ്പെടുന്നു? എങ്ങനെയാണ് നിങ്ങൾ പറയൂ. ഭൂമിയിൽ എങ്ങനെയാണെന്ന് പറയും. എന്റെ രാജ്യത്ത് നിന്ന് എനിക്ക് 6:38 ഉദയം ചെയ്യുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ദുബൈയിൽ അത് ഉദയം ചെയ്യുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞ് സൗദിയിൽ അത് ഉദയം ചെയ്യുന്നു. അതൊക്കെ ഭൂമി തന്നെയല്ലേ? അതെ, ഭൂമിയിൽ തന്നെ. ഭൂമിയിലൊന്ന് ഭൂമിയുടെ പുറത്തുമാണ്. ബഹിരാകാശത്തെ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബഹിരാകാശത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഭൂമിയിൽ 2 തവണ രാവിലെയും വൈകിട്ടും, ബഹിരാകാശത്ത് 14 തവണ. അതെങ്ങനെയാന്ന് പറയും. എങ്ങനെ ഭൂമിയിലാണ് ഇപ്പൊ ഈ 4 പ്രാവശ്യം പറഞ്ഞത്. ഒരു സൂര്യനാവുമ്പോ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പാദപ്രകാരം സാധിക്കുക? സുഹൃത്തെ, 4 രാഷ്ട്രത്തിലുള്ള ആളുകളെ കാണുന്നത് ഇങ്ങനെയാണ്. 4 രാഷ്ട്രത്തിലുള്ള ആളുകളെ ഒരു ഒറ്റ കണ്ണുകൊണ്ട് അത് ഭൂമിയില് അതിന് മേല് 14. അപ്പൊ അതിന് നമുക്ക് അറിയാത്ത ഒരുപാട് ഉദയം ചെയ്യപ്പെടുന്നുണ്ട്. അതിച്ചിരി കൂടുതലല്ലേ? 12 വർഷം മുൻപ് താങ്കൾ പറഞ്ഞ അത് നിലപാട് മാറ്റിയിരിക്കുന്നത് ISROയിൽ പഠിച്ചു നോക്ക്. അതിന് നാസയിൽ അടിച്ചു നോക്ക്. സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് വ്യക്തമായി കാണപ്പെടുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അത് സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് 12 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ISROയിൽ ചർച്ച ചെയ്ത് നോക്കൂ. ഇത് കേൾക്ക്. നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങൾ പറയുന്നത് കേട്ട ആളുകൾക്ക് സന്തോഷം ഉണ്ടാവണമെന്നല്ലേ? സന്തോഷം നിനക്ക് ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നിനക്ക് അത് പിന്നെ ഹൃദയത്തിനുള്ളിൽ രോഗവും ഉണ്ടാകും. ശരി. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചത് നമ്മൾ വീഡിയോ ആയിട്ട് വരുമ്പോ ബാക്കി നിങ്ങൾക്ക് നാട്ടുകാർ പഠിപ്പിച്ചു തരും. ഇവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്. 355 വർഷം 45 വർഷം മുൻപാണ് ന്യൂട്ടൺ വന്നത്. അപ്പൊ അതിനെ അനുബന്ധമായിട്ട് അദ്ദേഹം എന്റെ ഗുരുവാണ്. അങ്ങനെയാണല്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ചിന്തയുള്ളവരുടെ ആളുകളുടെ ഒന്നുകിൽ മുൻ കടക്കുക, അല്ലെങ്കിൽ താഴെ നിൽക്കുക, അല്ലെങ്കിൽ അതിന് ഇടയിൽ എത്തുക. അങ്ങനെ ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങൾക്കുണ്ട്? എനിക്കുണ്ട്. ഉള്ള കാര്യം ഇതാണ്. പിന്നെ സൂര്യന്റെ യഥാർത്ഥമായുള്ള ചിത്രം എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത് എന്ന്, എന്തുകൊണ്ടാണ് അത് താഴോട്ട് വരാത്തതും മേലോട്ട് കയറി പോവാത്തതും, സ്നേഹം കൊണ്ട് പറയാ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ, അതിന്റെ കളറ്, അതിന്റെ പരിസര ഭാഗത്ത് കാണപ്പെടുന്ന അതർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സൂര്യനും എന്തുകൊണ്ട് മുകളിലേക്കുമുള്ള താഴേക്കുമുള്ള എന്നുള്ളത് സംബന്ധിച്ച് സംശയമുള്ള അതിന്റെ യഥാർത്ഥമായുള്ള ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. യഥാർത്ഥമായ ചിത്രം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് അതിൽ പറയാൻ എന്താ ഉള്ളത്? ഇതിലിപ്പോ എന്താ ആർക്കാ സംശയമുള്ളത്? ശരി, ആ സംശയമൊന്നുമില്ല അല്ലേ? ആർക്കാ ഉള്ള? എനിക്കൊരു സംശയമില്ല. ഇതൊക്കെ നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു.